കൗമാര പ്രായം തൊട്ട് സ്ത്രീയെയും പുരുഷനെയും ഒരുപോലെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത്. അത് വെറും ഒരു സൗന്ദര്യ പ്രശ്നം മാത്രമല്ല, അവിടെ വളർച്ചേനെയും കോൺഫിഡൻസിനെയൊക്കെ അത് ബാധിക്കും. പലപ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ യൂട്യൂബ് നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല ആൾക്കാരുടെ അഡ്വൈസ് പ്രകാരമൊക്കെ പല എണ്ണകളോ അല്ലെങ്കിൽ പല ഹെയർ പാക്കുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും അത് സക്സസ്ഫുൾ ആവാറില്ല. അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഹെയർ ഫോൾ വരുന്നതെന്ന് തിരിച്ചറിയാത്തതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് അതിൻ്റെ കാരണങ്ങൾ എന്നാണ്. വെൽക്കം ടു മൈ ചാനൽ. ഐ ആം ഡോക്ടർ ലക്ഷ്മി ശരണ്യ. നോർമലായിട്ടൊരു വ്യക്തിയുടെ തലയിൽ 80,000 തൊട്ട് 1,50,000 വരെ മുടിയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ എല്ലാ 24 തൊട്ട് 72 മണിക്കൂറിലും പുതിയ പുതിയ ഹെയർ സെൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു മുടിക്ക് 2 വർഷം തൊട്ട് 7 വർഷം വരെയാണ് ഒരു ആയുസ് ഉണ്ടാവുക. ആ 7 വർഷം കഴിഞ്ഞാൽ അത് സ്വാഭാവികമായും കൊഴിഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു ഒരു ദിവസത്തിൽ 20 തൊട്ട് 100 മുടി വരെ നമുക്ക് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. അതിന് നമ്മൾ ഹെയർ ഷെഡിങ് എന്നാ പറയുക. അത് ഈ 100 മുടിയിൽ കൂടുതലാകുമ്പോഴാണ് നമ്മളതിനെ ഹെയർ ഫോൾ എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ എന്തെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് ഈ ഹെയർ ഫോളിക്കൽസിന് വളരാൻ കഴിയുന്നില്ലെങ്കിലും നമുക്ക് ഹെയർ തിന്നിങ് അതുപോലെ ഹെയർ ഫോൾസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് മുടി കൊഴിച്ചിലുണ്ടോ എന്നറിയാൻ നമ്മൾ ചെയ്യുന്ന സിമ്പിളായിട്ടുള്ളൊരു ടെസ്റ്റാണ്. നമ്മളൊരു 20 അല്ലെങ്കിൽ 40 മുടികൾ പല ഭാഗത്തു നിന്നായിട്ട് നമ്മൾ എടുക്കുക. നമ്മൾ 2 ചൂണ്ടുവിരലിൻ്റെയും നടുവിരലിൻ്റെയും നടുക്കായിട്ട് വെച്ചിട്ട് ഒന്ന് വലിച്ചു നോക്കുക. അങ്ങനെ വലിക്കുമ്പോൾ 6 മുടിയോ അതിൽ കൂടുതലോ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഹെയർ ഫോളിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഓരോ കാരണത്തെയും ട്രീറ്റ് ചെയ്താലേ ഈ ഹെയർ ഫോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ആദ്യത്തെ കാരണമാണ് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി. നമ്മുടെ വീട്ടിൽ നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ 50 വയസ്സ് കഴിഞ്ഞ് മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ കഷണ്ടി ആവുക എന്നുള്ളൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലേറ്റ് 20s അല്ലെങ്കിൽ 30s ഒക്കെ ആയിട്ട് മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ജോലി വളരെ സ്ട്രെസ്ഫുള്ളും നമ്മുടെ ഭക്ഷണ രീതി വളരെ ജങ്ക് ഫുഡ് അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു കാരണമാണ് നമ്മുടെ ഡെഫിഷ്യൻസീസ്. പല രീതിയിലുള്ള ഡെഫിഷ്യൻസി ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അയൺ ഡെഫിഷ്യൻസിയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ HB ചെക്ക് ചെയ്യുമ്പോൾ പല ആളുകൾക്കും HB ചെക്ക് ചെയ്യുമ്പോൾ നോർമൽ ആയിരിക്കും, പക്ഷേ ഫെറിറ്റിൻ്റെ അളവ് കുറവായിരിക്കും. ഈ ഫെറിറ്റിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ അയൺ റിസർവിനെയാണ് കാണിക്കുന്നത്. അപ്പം ആ ഫെറിറ്റിൻ്റെ അളവ് കുറവാണെങ്കിൽ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഈ ഡെഫിഷ്യൻസി കാറ്റഗറിയിൽ അടുത്ത് വരുന്നത് വൈറ്റമിൻ B കോംപ്ലക്സിൻ്റെ ഒരു ഡെഫിഷ്യൻസിയാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ D3യുടെയും. ഈ വൈറ്റമിൻ D3 എന്നൊക്കെ പറയുന്നത് നമ്മുടെ സൺലൈറ്റിൽ നിന്ന് കിട്ടുന്നൊരു വൈറ്റമിൻ ആണ്. അത് നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് വളരെ കുറച്ച് എമൗണ്ടിൽ കിട്ടാറുള്ളൂ. അപ്പം നമ്മുടെ ഒരു ജീവിത രീതിയും ശൈലിയൊക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ D3 കുറവായിരിക്കും. അതുപോലെ മുടി കൊഴിച്ചിൽ കൂടാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ സിങ്ക്, മെഗ്നീഷ്യം, സെലിനിയം ഇതിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിലും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞാലും നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അടുത്തൊരു പ്രധാനപ്പെട്ട കാരണമാണ് നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ്. അതിനെപ്പറ്റി പറയുമ്പോൾ ആദ്യം പറയുന്നത് തൈറോയിഡിനെ പറ്റിയാണ്. തൈറോയിഡിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ കാരണം നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാറുണ്ട്. അതേപോലെ PCOD ഉള്ള ആളുകൾക്കും മുടി കൊഴിച്ചിൽ ധാരാളമായിട്ട് കാണാറുണ്ട്. അടുത്ത നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് പ്രീ ഡയബറ്റിക് സ്റ്റേജിലുള്ള ആളുകളിൽ നമ്മൾ ഈ മുടി കൊഴിച്ചിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നൊരു സിംറ്റമാണ്. അതുപോലെ തന്നെ പുരുഷന്മാരിൽ ആൻഡ്രോജനിക് അലോപേഷ്യ എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഈ പ്രോസ്റ്റേറ്റിൻ്റെ പ്രശ്നമുള്ള ആളുകളിലോ ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള ആളുകളിലോ അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുകളിലോ ഒക്കെ തലയിൽ M ഷേപ്പിൽ മുടി കൊഴിഞ്ഞു പോകും. അതിനെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഇനിയിപ്പോൾ സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഈ പ്രസവിച്ച് കഴിഞ്ഞ് 1-2 മാസം കഴിയുമ്പോൾ സ്ത്രീകൾക്ക് വല്ലാതെ മുടി കൊഴിയും. അത് അവരുടെ ശരീരത്തിലെ ഈസ്ട്രോജൻ്റെ ഏറ്റക്കുറച്ചിലുകൾ മൂലമാണ്. അതേപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ്, അതിപ്പോൾ ഫിസിക്കൽ ആയിക്കോട്ടെ, മെൻ്റൽ ആയിക്കോട്ടെ, ഇമോഷണൽ ആയിക്കോട്ടെ, അങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് വളരെ വിസിബിളായിട്ട് കാണുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് നമ്മുടെ സ്കാൽപ്പിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ താരൻ, അതുപോലെ തന്നെ സോറിയാസിസ്, സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നീ കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മുടി കൊഴിയാനുള്ള സാധ്യത കൂടുതലാണ്. ചില ആളുകൾക്ക് ചില അസുഖങ്ങൾ വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് മുടി കൊഴിച്ചിൽ വരാറുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കഠിനമായിട്ടൊരു വൈറൽ ഫീവറോ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം 1-2 മാസങ്ങൾക്ക് ശേഷം നമുക്ക് കഠിനമായിട്ട് മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. അതേപോലെ ചില മെഡിസിൻസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടും നമുക്ക് മുടി കൊഴിച്ചിൽ കാണാറുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ക്യാൻസറൊക്കെ ഉള്ള ആളുകൾ കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പം അവരുടെ സ്കാൽപ്പ് ഹെയർ മാത്രമല്ല ബോഡി ഹെയർസും കൊഴിഞ്ഞു പോകാറുണ്ട്. പക്ഷെ അത് 5-6 മാസം കഴിഞ്ഞാൽ തിരിച്ച് വളരുന്നതാണ്. ഇപ്പോൾ ടീനേജ് പ്രായത്തിലുള്ള കുട്ടികളിൽ കാണുന്ന ഒരു മുടി കൊഴിച്ചിലാണ് ട്രാക്ഷൻ അലോപേഷ്യ. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലേക്ക് വലിച്ചു കിട്ടുക. അതായത് ഈ പോണി ടൈൽ പോലത്തെ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കുമ്പോൾ നമ്മുടെ മുടിയുടെ ഹെയർ റൂട്ടിന് ഒരു പുള്ളിങ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ കാലക്രമേണ അത് വീക്കായിട്ട് അത് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം മുടി കൊഴിച്ചിൽ ഉണ്ടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അടുത്ത വീഡിയോയിൽ വിശദമായി സംസാരിക്കാം.